ഇന്ന് ഐസ്ക്രീം അതൊന്ന് അടിച്ച് പൊളിക്കണം. എനിക്ക് 500 രൂപ തന്നിട്ടുണ്ട്. അതിന് എത്ര ഐസ്ക്രീം മേടിക്കാം? അയ്യോ, ആലോചിക്കുമ്പോൾ തന്നെ എന്താ പോലെ. ഓ, ഇത് അപ്പുറത്തെ വീട്ടിലാ ലീലമ്മയല്ലേ? ഓ, ഇവർക്ക് വരാൻ കിട്ടിയ സമയമുണ്ട്. ഐസ്ക്രീം മൊത്തം നല്ല പ്ലാന്റ് പൊളിഞ്ഞു പോകുന്നു. ആ, ഇതാരാ? ശ്രീവിദ്യയോ? എന്താ പഠിക്കൊക്കെ? അത് പിന്നെ ലീലാമ്മ അമ്മ കടയിൽ പോയിട്ട് പച്ചക്കറിയൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാ. ആ, മോള് കടക്കൊക്കെ പോവാറുണ്ടാ? ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടാ. അത് പിന്നെ നല്ല പഠിക്കാനൊക്കെ ഉണ്ടാവില്ല, അതുകൊണ്ടേ. ആ, മോള് പഠിക്കാനൊക്കെ ഉണ്ടാ? അതൊക്കെ എന്ത് ചോദ്യമല്ലേ? എങ്ങനെ പഠിക്കണം? എൻ്റെ മടിയിലിരുന്നിട്ടല്ലേ പഠിക്കണേ. ആ, എൻ്റെ മടിയിലിരുന്നിട്ടാ മോള് ചെറുപ്പത്തിൽ മൊത്തം ഇരുന്നതെന്നേ. എങ്ങനെ പഠിക്കാനല്ലേ? 10ാം ക്ലാസ് അല്ല, സോറി 5ാം ക്ലാസ്സിൽ നേരെ പഠിച്ചാലാണ് മോളെ 10ാം ക്ലാസ്സിക്ക് നല്ല ഫുൾ A+ മേടിക്കാൻ പറ്റുള്ളൂ. ആ, പഠിക്കാനൊക്കെ ഉണ്ട്. പിന്നെ പഠിച്ചാൽ മതി. എൻ്റെ മോളെ മാത്രം ഫുൾ A+ മേടിക്കണം 10ാം ക്ലാസ്സിൽ. ലീലമ്മ കുറേ നേരമായി ഞാൻ സഹിക്കണം. ഞാനൊരു പാട്ട് പാടിത്തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താ കാട്ടണമെന്ന്. ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ഞങ്ങൾ അനാഥരല്ല, ആണ് ഗുണ്ടകളല്ല. എന്തിനാണ് ചോദിച്ചിട്ട്, എന്തിനാണ് പറഞ്ഞിട്ട്, നിങ്ങളുടെ മോളും ഞങ്ങളെപ്പോലെ തന്തയിൽ വെറുതെ ഇങ്ങ ചൊറിഞ്ഞിട്ട്. എടി ലീല, സുശീല, ഓടി വാടി. അയ്യോ, ലീല എൻ്റെ പേരല്ലേ? എടി സുശീലേ, വസന്തേ, ഓടി വാടി. ഈ കുട്ടി കണ്ട ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞപ്പോ തർക്കുത്തരം പറയുന്നത് കണ്ട. എൻ്റെ പൊന്നോ, അപ്പോഴത്തെ പിള്ളേരുടെ വശത്ത് ഈ പിള്ളേർ ഇവിടെ പോയി, ഈ പിള്ളേർ എവിടെ പോയി കിടക്കണ? സുശീലേ, എടി വസന്തേ, ഒന്ന് ഓടി വാ.